ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്രയും കൺമണിയും തമ്മിൽ ജയിലിൽ വെച്ച് കണ്ടുമുട്ടാണ്. സുമിത്ര എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, എന്റെ 30 വർഷത്തെ ആഗ്രഹമാണ് നീ ഇല്ലാതാക്കിയത്, ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെല്ലാം പരിഹസിച്ചുകൊണ്ടാണ് കൺമണി മറുപടി പറയുന്നത്. എനിക്ക് നിങ്ങളെ ഒരു പേടിയുമില്ല, എന്റെ ധൈര്യം എന്തെന്ന് നിങ്ങളന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണ്. എനിക്ക് ആകെ പേടിയുള്ളത് ഈശ്വരനെ മാത്രമാണ്. ഇനിയിപ്പോ 30 അല്ല 300 വർഷം കാത്തിരുന്നാലും നിങ്ങൾക്ക് സാഗർ സാറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത നന്മ തെറിഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നന്മയുള്ളവരെ നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയില്ല എന്ന് കൺമണി പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, നിർത്തടി നിന്റെ പ്രസംഗമെന്ന്. അപ്പോ കൺമണി പറയാണ്, നിങ്ങൾ ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കൺമണി പറയാണ്. സുമിത്ര അപ്പോ ദേഷ്യം വന്ന് കൺമണിയുടെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. കൺമണി എന്നിട്ട് സുമിത്രയുടെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയാണ്, ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് എന്നെ കൊന്നുകളയാമെന്ന് ആര് സ്വപ്നം കാണുകയും വേണ്ട. മിനിമം 100 വയസ്സ് വരെയെങ്കിലും ജീവിക്കാമെന്ന് സ്വപ്നം കണ്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് ഏതൊക്കെ സുമിത്രമാരും ബാലഗോപാലന്മാരും ശ്രമിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജയിലെന്ന് പറയുന്നത് തെറ്റ് തിരുത്താനുള്ള സ്ഥലമാണ്. വിധത്തിൽ ചെയ്തു പോയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുന്നിടുന്നത്. ഇവിടെയും നിങ്ങൾ കയ്യൂക്ക് കാണിച്ച മാടമ്പിയാകാനാണ് വിചാരമെങ്കിൽ പണി പാളും. ഒരു അടി കൺമണിക്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ 9 അടി തിരിച്ചു തന്നിട്ടേ കൺമണി നിങ്ങളെ ഇവിടെ നിന്നും വിടൂ. ഇത് നിങ്ങൾ ഓർത്തോ എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്നും പോവുകയാണ്. സുമിത്ര വീണ്ടും നാണം കെട്ട് കൺമണിയോട് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കൃഷും കൃപയും കൂടി മാനസിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മാനസ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കൃഷിനെയും കൃപയെയും കാണുമ്പോൾ കൃപ നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. കൃഷ് അപ്പ പറയുന്നുണ്ട്, എന്നെ കാണാൻ വന്നതാണെന്ന്. മാനസ അപ്പ പറയുന്നുണ്ട്, എന്നെ കാണാനോ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്ന് മാനസ പറയുമ്പോ ദേഷ്യത്തോടെ കൃഷി പറയുന്നുണ്ട്, നിർത്തടി നിന്റെ ഷോ, മണി ജയിലിലാക്കി എന്നുള്ള സന്തോഷമാണ് നിന്റെ മുഖത്തിപ്പുള്ളത് പറയുമ്പോ മാനസ പറയുന്നുണ്ട്, കൺമണി ഞാൻ ജയിലിലാക്കിയെന്നോ, എന്തൊക്കെയാണ് കൃഷ്ണ നീ പറയുന്നത്? കൺമണി അലിഗയിലെ ചീഫ് ഡിസൈനർ ആണ്. കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. വീഡിയോയിൽ കണ്ടതെല്ലാം കള്ളവാർത്തകളും കള്ളക്കഥകളും ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന എന്നൊക്കെ മാനസ വളരെ തകർത്ത് അഭിനയിച്ചുകൊണ്ട് കൃഷിനോട് പറയാണ്. കൃഷാണെങ്കിൽ എല്ലാം കേട്ട് ആകെ ദേഷ്യം വന്ന്, മതിയടി നിന്റെ അഭിനയം എന്ന് പറഞ്ഞ് മാനസയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. മാനസ അടി കിട്ടുന്ന ആ ഷോക്കിൽ കാറിന് മേലിൽ അങ്ങനെ പോയി വീഴുന്നുണ്ട്. വീണ്ടും കൃഷി ദേഷ്യത്തിൽ മാനസയെ അടിക്കാനായി പോകുമ്പോൾ കൃപ കൃഷിനെ പിടിക്കുന്നുണ്ട്. ഷപ്പ പറയുന്നുണ്ട്, മോളെ നീ എന്റെ കൈവിട്, പാവം പെണ്ണിനെ ജയിലിലാക്കിയിട്ട് ഒരു ഒളിപ്പില്ലാതെ അവള് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണോ ഒക്കെ ചെയ്തത്? കൃപ എനിക്കറിയാം നീയും കൺമണിയുടെ ഭാഗത്താണെന്ന്. എന്നാലും ഞാനൊരു കാര്യം ചോദിക്കാം, എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് ഒരാളുടെ പിന്നിൽ പോയാൽ എനിക്കത് സഹിക്കാൻ കഴിയുമോ? എന്റെ സ്ഥാനത്ത് നീയാണെന്ന് കരുത്, നിനക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് മാനസ ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഞാൻ എന്റെ വീട്ടിലും നിന്നോടും പറഞ്ഞതാണ് നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. പക്ഷെ എന്നെ തന്നെ വേണമെന്ന് നീ വാശി പിടിച്ചു. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല, ഗയും വാശിയും കൊണ്ടൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇവിടുള്ള പക നീ ആ പാവം കൺമണിയോടല്ലേ തീർത്തത് എന്ന് കൃഷി പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട്, പാവം കൺമണിയോ? അവൾ എന്ത് പാവമാണെന്നാണ് കൃഷി പറയുന്നത്? അവളൊരു കള്ളിയാണ്. മനസ്സിൽ കണ്ട കാര്യങ്ങളെല്ലാം ബുദ്ധിപൂർവമായി നടത്തിയെടുത്തവൾ. ഈ കീഴുദ്യോഗസ്ഥയാണ് അവളെങ്കിലും ഒരു കൂട്ടുകാരിയുടെ സ്ഥാനം കൊടുത്താണ് ഞാൻ അവളെ കൂടെ നിർത്തിയത്. അവളെ ഞാൻ ഒരിക്കലും സംശയിച്ചില്ല. പക്ഷെ അവൾ കിട്ടിയ അവസരം മാക്സിമം മുതലാക്കി എന്നെ നെയ്സാക്കി ഒഴിവാക്കിയിട്ട് എന്റെ സ്ഥാനത്ത് അവൾ സീറ്റ് ഉറപ്പിച്ചു. അവളുടെ കണ്ണീരിലും ചിരിയിലുമാണ് കൃഷി മയങ്ങിയത് എന്ന് മനസ്സ് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, നീ കണ്ടിട്ടുണ്ടോ അതെല്ലാം? അവള് എന്നെയല്ല മയക്കിയത്, ഞാൻ അവളെയാണ് മയക്കിയത്. അവളുടെ പിറകിൽ നടന്നത് ഞാനാണ്. അവൾ അകന്നു മാറിയപ്പോഴും അടുത്തത് ഞാനാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിന്നെ വെറുത്തെങ്കിലും അവളോട് ഞാൻ അടുത്തെങ്കിലും അതിന്റെ കാരണം അവളുടെ മഹത്വം തന്നെയാണ്. നിനക്കില്ലാത്തതൊന്നുണ്ട് അവൾക്ക്, നല്ലൊരു മനസ്സ്, ഉള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല മനസ്സുണ്ട് കൺമണിക്ക്. ഇന്നേ വരെ ആരോടത്തു നിന്നും ഒന്നും തട്ടിയെടുക്കുകയോ ആരെയും ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കൃഷി പറയുമ്പോ മനസ്സ പറയുന്നുണ്ട്, അപ്പൊ കൃഷി എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, നീ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിനക്ക് അതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാണ് കൃഷി. മനസ്സപ്പ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃഷിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, എന്നോടുള്ള ഇഷ്ടം കൊണ്ടെന്നല്ല നീ അങ്ങനെ ചെയ്തത്, മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങൾ വെച്ചാണ്. പിന്നെ നീ കൺമണിയെ ജയിലിലാക്കി, അതുകൊണ്ട് നന്ദിയുണ്ട്. അഴിക്കുള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് കൺമണിയെ കൊണ്ട് ഉപകാരമുണ്ടാവും. അവൾക്ക് എന്തായാലും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. നോക്കിക്കോ, നാളെ അവൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജയിലിലും അവൾക്ക് കുറെ ആരാധകരുണ്ടാവും. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനും കൂടെ നിൽക്കുന്നവർ. ഈ ഓഫീസിൽ പല രീതിയിലും അവളെ കൊടുക്കാനായി നോക്കി, അതൊന്നും നടന്നില്ല. ബാംഗ്ലൂർ ഓഫീസിൽ റെയ്ഡ് വരെ നീ നടത്തി, എന്നിട്ട് അതും ഒന്നും നടന്നില്ല. അവസാനം
താനും സസ്പെൻഷനും കിട്ടി. കൺമണിയെ ഇപ്പൊ ജയിലിലാക്കിയതിൽ നീ സന്തോഷിക്കുകയായിരിക്കും, പക്ഷേ അത് എന്നേക്കുമായിട്ടല്ല. ഇതിന് പിന്നിൽ നിനക്കൊരു തോൽവി ഉണ്ടാവുമെന്ന് കൃഷി പറയുമ്പോ മനസ്സ പറയാണ്, കൃഷി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിൽ അവസാന വിജയം എനിക്ക് തന്നെയായിരിക്കുമെന്ന് പറയുമ്പോ കൃഷ്യം വന്ന് വീണ്ടും മാനസയോട് തട്ടിക്കേറാണ്. കൃപ അപ്പോ കൃഷിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മാനസ, ഈ ഓണം എല്ലാവർക്കൊപ്പം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ജർമ്മനിയിൽ നിന്നും വന്നത്. പരിപാടി വെച്ചതും കൺമണിയെ ചീഫ് ഗസ്റ്റായി വെച്ചതും എല്ലാം സന്തോഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ മാനസ, നീയെല്ലാം തകർത്ത് കളഞ്ഞു. എന്റെ ഏട്ടനെ എനിക്ക് നന്നായി അറിയാം, അതുപോലെ തന്നെ മാനസയെയും കൺമണിയെയും എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്, എന്റെ ഏട്ടൻ വിവാഹം ചെയ്യാൻ പോകുന്നത് കൺമണിയെ ആയിരിക്കും, കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. കൃപ പറയുമ്പോ മാനസാകെ ഷോക്കാവുകയാണ്. കൃഷ്ണൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. കൃപ പറയുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് കൺമണി ഇപ്പൊ ജയിലിലാവാൻ കാരണം ഞാൻ കൂടിയാണ്, അതിനുള്ള പരിഹാരം കൂടിയായിട്ടാണ് ഞാൻ ഈ കല്യാണം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് കൃപ അവിടെ നിന്നും കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുകയാണ് മാനസ. ഇതിനുശേഷം വരുൺ കാരണം കൺമണിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ ആ വീഡിയോ അയ്യപ്പൻ വാസുകിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കൺമണി ജയിലിലായെന്നറിയുമ്പോൾ അവരാകെ ഷോക്കാവുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് വാസുകി അയ്യപ്പനോട് പറയുന്നുണ്ട്, ഈ വരുണിനെ കുറിച്ച് എനിക്കറിയാം, കൺമണി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനു പിന്നിൽ നല്ലൊരു ചതിയാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ഒരു ജീവിതം തന്നവരാണ് അവർ, ജവൻ റാണിയുമായി അംഗീകരിച്ച് വാഴിച്ചവരാണ് നമ്മൾ അവരെ. ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചവർ, അപ്പോൾ തിരിച്ച് നമ്മൾ അവരെയും രക്ഷിക്കണം. അപ്പോൾ നമ്മളാണ് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് എന്നൊക്കെ അയ്യപ്പനും വാസുകിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം മിത്ര ജയിലിലുള്ള ഒരു പോലീസിനെ സ്വാധീനിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കൺമണി എന്ന് പറയുന്നവളെ എന്റെ സെല്ലിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വനിതാ പോലീസ് പറയുന്നുണ്ട്, മേഡം, എല്ലാ കാര്യത്തിലും ഞാൻ മേഡത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്, മേഡം അതിനെനിക്ക് പ്രത്യുപകാരം തന്നിട്ടുമുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനായി കഴിയില്ല, ഇത് സൂപ്രണ്ട് സാറ് തന്നെ വിചാരിക്കണമെന്ന് സുമിത്രയോട് പറയുകയാണ്. മിത്രപ്പ വനിതാ പോലീസിനോട് പറയുന്നുണ്ടോ, എന്നാ ശരി, ഞാൻ ആ സഹദേവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കാര്യം നടപ്പിലാക്കാമെന്ന് പറയാണ്. അപ്പോഴാണ് കൺമണിയുടെ ജാമ്യ പേപ്പറിലെല്ലാം സൈൻ വാങ്ങാനായി ഭാഗ്യശ്രീ ജയിലിലേക്ക് എത്തുന്നത്. ഭാഗ്യശ്രീയെ കാണുമ്പോൾ തന്നെ സുമിത്ര വേഗം പോയി ഭാഗ്യശ്രീയോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഭാഗ്യശ്രീക്കാണെങ്കിൽ സുമിത്രയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. അവളെ ഓണായിട്ട് നീ എന്നെ കാണാൻ വന്നതാണോ എന്ന് സുമിത്ര പറയുമ്പോ ഭാഗ്യശ്രീ ചുറ്റും നോക്കുകയാണ്. സുമിത്ര, അപ്പൊ എന്താ മോളെ, നീ എന്തെങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, അല്ല മോളെ എന്ന് വിളിച്ചോ, എന്നെ തന്നെ വിളിച്ചതാണോ എന്ന് നോക്കിയതാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകളല്ല, ഒരു അമ്മയ്ക്ക് എന്തും മക്കള് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ടേ മക്കളും മറ്റുള്ളവരും ഉള്ളൂ. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നോട് നിങ്ങൾ കാണിച്ച ക്രൂരതകൾ എന്തൊക്കെയാണ്? താനും എന്നെ പൂട്ടിയിട്ട് കൊല്ലാൻ വരെ നിങ്ങൾ നോക്കി, ഇട്ടിപ്പോൾ മോളെ എന്ന് വിളിച്ച് അടുത്തു വന്നിരിക്കുന്നു. നിങ്ങളെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഞാൻ കൺമണിയെ ജാമ്യത്തിലിറക്കാനായിട്ട് വന്നതാണ്. നിങ്ങളൊന്നും ഈ ജയിലിൽ പോലും കിടക്കാൻ പാടില്ല, തൂക്കിക്കൊല്ലണം. നിങ്ങൾ എന്തായാലും ഈ അടുത്തൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല, അതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഭാഗ്യശ്രീ സുമിത്രയോട് പറഞ്ഞ് കൺമണിയെ കാണാനായി പോവുകയാണ്. അതിനുശേഷം കൺമണി സെല്ലിനുള്ളിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വനിതാ പോലീസ് വന്ന് കൺമണിയോട് പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ അഡ്വക്കേറ്റ് ഭാഗ്യശ്രീ വന്നിട്ടുണ്ടെന്ന് പറയാണ്. കൺമണി അപ്പോൾ വളരെ സന്തോഷത്തോടെ ഭാഗ്യശ്രീയെ കാണാനായി പോകുന്നുണ്ട്. ശ്രീയും കൺമണിയും കണ്ടുമുട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്ര വരികയാണ്. സുമിത്ര എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, വക്കീലെ എത്ര മുതലക്കണ്ണീര് കാണിച്ചാലും ഇവൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, കൺമണി നീ ഇപ്പൊ മറുപടി ഒന്നും കൊടുക്കണ്ട. നമ്മള് നടന്നു പോകുന്ന സമയത്ത് ചില ജന്തുക്കൾ നമ്മളെ നോക്കി കുരയ്ക്കാറില്ലേ, ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ മിത്ര ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, എടി നീ എന്താ പറഞ്ഞേ, നീ എന്നെ പട്ടിയാക്കിയല്ലേ എന്ന് പറഞ്ഞ് ഭാഗ്യശ്രീയെ അടിക്കാനായി സുമിത്ര പോകുമ്പോൾ കൺമണി വേഗം സുമിത്രയുടെ കൈ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് കൺമണി പറയുന്നുണ്ട്, എന്റെ വക്കീലിനെ തൊട്ടാൽ കക്ഷി ഇടപെടും എന്ന് കൺമണി പറയാണ്. ഭാഗ്യശ്രീ അപ്പൊ സുമിത്രയോട് പറയുന്നുണ്ട്, എന്റെ കക്ഷി ആരാണെന്നും അവളുടെ പവറാണെന്നും നിങ്ങൾ അറിഞ്ഞതാണല്ലോ, ഒന്നുകൂടി നിങ്ങൾ അറിയണോ? അങ്ങനെയാണെങ്കിൽ ആവാം, എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട് എന്ന് പറയാണ്. മിത്ര അപ്പൊ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, എടി നിനക്ക് ഇവളെ നാളെയല്ലേ പുറത്തിറക്കാൻ പറ്റൂ, മുന്നിൽ ഇനിയും ഒരു ദിവസമുണ്ട്, ഞാൻ ഇവളെ തീർക്കുമെന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൺമണിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, കൺമണിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പേപ്പർ കൂടി എഴുതി കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ എന്ന് പറയാണ്. സുമിത്രയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ജാമ്യ പേപ്പറിൽ ഭാഗ്യശ്രീ കൺമണിയിൽ നിന്നും സൈൻ വാങ്ങുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൺമണിക്ക് ഡ്രസ്സുമായി കൃപ വരുന്നത്. കണ്ട് കൃപ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി ജാമ്യ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണോ, അതിന് നമ്മുടെ കമ്പനി വക്കീലുണ്ടല്ലോ എന്ന് കൃപ പറയുമ്പോ ഭാഗ്യശ്രീ ഒന്നും മിണ്ടാതെ ശരി കൺമണി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. കൺമണി അപ്പോൾ ഭാഗ്യശ്രീയും കൃപയും തമ്മിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭാഗ്യശ്രീ അപ്പോൾ കൃപയോട് പറയുന്നുണ്ട്, വൈകാതെ തന്നെ
കൃപയുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കൺമണി കൃപയോട് പറയുന്നുണ്ട്, കൃപയോട് ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം രക്ഷിക്കുകയാണ് ഇതുവരെ ഭാഗ്യശ്രീ ചെയ്തിട്ടുള്ളത്. ഭാഗ്യസാറിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞതും ഈ ഭാഗ്യശ്രീ കാരണമാണ്. ഭാഗ്യശ്രീ മിടുക്കിയാണ്, ഹൈക്കോർട്ട് വക്കീല് കൂടിയാണ്. എന്നെ ക്രിഷ് സാറിനെ ജാമ്യത്തിലെടുക്കാൻ ഈ ഭാഗ്യശ്രീയാണ് എന്നെ സഹായിച്ചത്. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ വിശദമായി പറഞ്ഞു തരാം എന്ന് കൺമണി പറയുന്നുണ്ട്. കൃപ അപ്പോൾ കൺമണിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് കൺമണിയുടെ കയ്യിൽ കൊടുത്ത്, ഞാൻ കാരണം കൊണ്ടാണ് കൺമണിക്ക് ഈ ഗതി വന്നത്, ഇതിനെ ക്ഷമ ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നതെന്നൊക്കെ കൃപ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇതൊക്കെ എന്നായാലും സംഭവിക്കും, അത്രയുള്ളൂ എന്ന് കൺമണി പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഇതിനു പിന്നിൽ ആ മാനസികം വരുണുമാണ്, മനസ്സിക്കുള്ളത് ഏട്ടൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. കൃപ പറയുന്നുണ്ട്, ഏട്ടൻ പുറത്തുണ്ട്. അടുത്ത് കയറാൻ നോക്കിയപ്പോൾ പോലീസ് അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. കൺമണി ചോദിക്കുന്നുണ്ട്, ക്രിഷ് സാറ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൃപ അപ്പോൾ കൺമണിയെ കളിയാക്കുന്നുണ്ട്. ഓ ക്രിഷ് സാർ എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് എന്താ ഒരു സന്തോഷം, എന്തായാലും നാളെ പുറത്തിറങ്ങുമ്പോൾ നേരിട്ട് കാണുമ്പോൾ എല്ലാം സങ്കടവും മാറും എന്ന് പറയാണ്. കൺമണിയപ്പ കൃപയോട് പറയുന്നുണ്ട്, പിന്നെ മോളെ ഭാഗ്യശ്രീയാണ് എന്നെ ജാമ്യത്തിൽ ഇറക്കുന്നതെന്ന് ക്രിഷ് സാർ ഇപ്പോ അറിയണ്ട, പിന്നെ അറിഞ്ഞാൽ സാറിന് ദേഷ്യവും സങ്കടവും എല്ലാം വരും, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് പറയാണ്. കൃപ പറയുന്നുണ്ട്, ഇല്ല കൺമണി, ഞാനിപ്പോൾ ഒന്നും ഏട്ടനോട് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസൻ വിഘ്നേശ്വരന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൺമണിയുടെ കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിഘ്നേശ്വര എന്റെ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവളെ നീ കൈവിട്ട് കളഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് ഉണ്ണി തിരുമേനി വരുന്നത്. തിരുമേനി എന്നിട്ട് ശ്രീനിവാസനുമായി സംസാരിച്ച്, മുകളിന്റെ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കൺമണി ചേച്ചി എന്തായാലും തിരികെ വരും, കൺമണി ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി തിരുമേനി ശ്രീനിവാസനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് രാത്രിയിൽ വരുണിന്റെ ഫോണിലേക്ക് ഓൺലൈൻ മീഡിയയിലെ സ്റ്റാഫുകൾ വിളിക്കുകയാണ്. വരുണിനെ വിളിച്ച് അവരെ ക്യാഷ് ചോദിക്കുന്നുണ്ട്. കൺമണിയെ അങ്ങനെ ഒരു വാർത്ത കൊടുത്ത് കുടുക്കിയതിൽ വരുണപ്പ അവരോട് പറയുന്നുണ്ട്, ഞാനല്ലല്ലോ നിങ്ങളെ വിളിച്ചത്, ആ മാനസിയല്ലേ, അവളെടുത്തു പോയി നിങ്ങൾ ക്യാഷ് വാങ്ങ്, എനിക്ക് ഒന്നാമത് ഭ്രാന്തായിട്ട് ഇരിക്കുകയാണ്, ഫോണ് വെക്കെന്ന് പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യാണ്. ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് വാസുകിയും അയ്യപ്പനും കൂടി വരുന്നത്. വാസുകി വരുൺ സാറല്ലേ എന്ന് ചോദിക്കുമ്പോ വരുൺ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുകയാണ്. അയ്യപ്പനപ്പ പറയുന്നുണ്ട്, ഞങ്ങളെ സാറിനെ അറിയില്ലായിരിക്കും, പക്ഷെ സാറെ ഞങ്ങൾക്ക് നന്നായി അറിയാം, നിന്നെയൊക്കെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോടാ, തിയേറ്റവന്മാരുടെ എന്തെങ്കിലും മത്സരമുണ്ടെങ്കിൽ 1ാം സ്ഥാനം നിനക്കല്ലേ കിട്ടുക. അയ്യപ്പൻ പറയുമ്പോ വരുൺ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാണെന്ന്. വാസുകിയപ്പ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വന്നത് ഈ കാര്യം പറയാനാണ്, കൺമണിയെ നിനക്ക് കെട്ടിച്ചു തരാം, നിനക്ക് കൺമണിയെ കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ വരുൺ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട എന്ന്. അപ്പോ അയ്യപ്പൻ പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ കൺമണിയെ കെട്ടിച്ചു തരാമെടാ, എന്റെ കൈയെ ഇനിയും കെട്ടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വാസുകിയും അയ്യപ്പനും ചേർന്ന് വരുണിനെ തല്ലി ചതക്കിയാണ്. തല്ലുകൊണ്ട് അവശയായ വരുൺ ഒടുവിൽ ബോധം കെടുന്നുണ്ട്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.